ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ്റേക്ക്. അപ്പോൾ ഓടിവായോ, നമുക്ക് ഇന്ന് ഓഗസ്റ്റ് 15 വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി ഹെയർ ബോ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ ബോ ഉണ്ടാക്കുന്നത്. ഒരു സാധനം കൂടി വേണം കേട്ടോ. എന്താ വെച്ചാൽ അത് ഇതുപോലെ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ കമ്പി ഒന്ന് നമുക്കിതുപോലെ ഒന്ന് വളച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു 210 രൂപയുടേത്. ഇത്രയും സാധനങ്ങൾ, പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, പിപ്സും കൂടി ചേർത്ത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കിറ്റ് ഇട്ടപ്പോഴത്തേക്കും മേക്കിംഗ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മേക്കിംഗ് വീഡിയോ നോക്കാം. ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ട് ഒരു 3 പെറ്റൽ ചെയ്തെടുക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കൂടുതലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, കൂടുതലും അല്ല, എനിക്ക് തോന്നുന്നു സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടായിരുന്നു നമ്മുടെ കിറ്റുകൾ. അതുപോലെ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് ഒരുപാട് ഹെയർ ബോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് അത് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിലത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഓർഡേഴ്സ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും നിങ്ങൾ ട്രൈ ചെയ്യൂ കേട്ടോ, സ്കൂളിലത്തേക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തവണ നമ്മൾ സോക്സ് ക്ലോത്തും കൂടി ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഹെയർ ബോയും കാര്യങ്ങളും ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരു കിറ്റിൽ 12 പീസ് ഹെയർ ബോ, അതുപോലെ ഇതിൻ്റെ 3 എണ്ണം, അതായത് 3 സോക്സ് ക്ലോത്ത്, പിന്നെ വരുന്നത് പിപ്സും കമ്പിയുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹെയർ ബോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു 12 എണ്ണത്തിന് തികയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തികയൂ കേട്ടോ. ഒരുപാട് തുണി വേസ്റ്റ് ചെയ്യാണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 210 രൂപയുടെ കിറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് 12 ബോ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ബോ നിങ്ങൾക്ക് 35 രൂപ മുതൽ മുകളിലോട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഒരു കഴിവനുസരിച്ചിട്ടിരിക്കും കേട്ടോ, എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം. നിങ്ങൾക്ക് 35 രൂപ തൊട്ട് മുകളിലോട്ട് എന്തായാലും സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കൂട്ടി നോക്കുക കേട്ടോ. 35 രൂപ വെച്ചിട്ടാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ കൂടിയും 210 രൂപ നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു കുട്ടി കണക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ കുറേ അധികം ഓർഡേഴ്സ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ സാധനങ്ങളും അതിനനുസരിച്ചിട്ട് വില കുറച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ബൾക്കായിട്ട് ഓർഡേഴ്സ് എടുക്കുമ്പോൾ സാധനങ്ങളും ബൾക്കായിട്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റ് കൂട്ടി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയാൽ നല്ലൊരു എമൗണ്ട് കിട്ടും. പറഞ്ഞ കഥ മനസ്സിലായോ, കൺഫ്യൂഷനായോ എന്നറിയത്തില്ല. അപ്പോൾ ഒത്തിരി പേര് സെയിലില്ല ഇത്താ, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ഇത്. ഇപ്പോൾ സ്കൂളുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ സ്കൂളുമായിട്ട് നിങ്ങൾക്ക് അധികം പരിചയമില്ലെങ്കിലും നിങ്ങൾക്ക് പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ അയൽവാസികളും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് ഒക്കെ ഒന്ന് ഓർഡർ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. പോയാലൊരു വാക്ക് കിട്ടിയാലൊരു ഓർഡർ എന്ന് പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കുക. അപ്പോൾ ഓർഡേഴ്സ് എടുത്തിട്ട് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക, സെൻറ്ററിലൊന്ന് പിപ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ കാണാൻ കുറച്ചും കൂടി ലുക്ക് ഉണ്ടാവും. കറക്റ്റ് നമ്മുടെ ആ 3 കളേഴ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. ഒരേ കണക്ക് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും നമുക്കത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ ഫ്ലാഗ് ചെയ്യുന്ന കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് മെറ്റീരിയലിലാണ് ചെയ്യുന്നത്. എനിക്കിവിടെ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല കേട്ടോ. ഫ്ലാഗ് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയൽ ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, കറക്റ്റ് മെറ്റീരിയൽ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. സാറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ അതത്ര പെർഫെക്ഷൻ അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടത്തില്ലല്ലോ. ആ ഒരു കറക്റ്റ് മെറ്റീരിയൽ അവൈലബിളും അല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ചിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നമുക്ക് ഫ്ലാഗ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് പറയൂ കേട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. നമുക്കതിൽ മെയിനായിട്ട് ഗുണം എന്ന് പറയുന്നത് പശ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പശയുടെ പൈസ നമുക്ക് ലാഭിക്കാം. അതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ ഷീറ്റ്, നമ്മുടെ എല്ലാ കിറ്റുകളിലും ക്യാൻവാസിൻ്റെ ഷീറ്റ് ഉണ്ടാവാറുണ്ട്. ഇതിൽ നമുക്ക് ക്യാൻവാസിൻ്റെ ഷീറ്റും വേണ്ട കേട്ടോ. അപ്പോൾ കമ്പിയാണ് ചുറ്റി കൊടുത്തേക്കുന്നത്. അതിന് മുടിയിൽ കുരുങ്ങോ എന്നൊക്കെയുള്ള നിങ്ങൾക്ക് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. അങ്ങനെ കുരുങ്ങാൻ ചാൻസ് കുറവാണ് കേട്ടോ. നോക്കി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുരുങ്ങാൻ ചാൻസ് കുറവാണ്. ഇങ്ങനെ ഒന്ന് ചുറ്റിയും കൂടെ കൊടുത്താൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒരു കിറ്റ് വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ അടിപൊളിയാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.